ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇപ്പോൾ ഞാൻ ചെയ്യാൻ പോണത് ഒരു തെക്കേ ഇന്ത്യൻ ഡിഷാണ്. കാരക്കുഴമ്പ് എന്ന് പറയും തമിഴ്നാട്ടിൽ. ഇവിടെ ഞാനിപ്പോൾ ഇവിടെ ചെന്നൈയിലായതുകൊണ്ട് എനിക്കിത് കുറച്ച് അറിയാൻ പറ്റാവുന്നതാണ്. എല്ലാവർക്കും തമിഴ്നാട്ടിലുള്ള ആൾക്കാർക്കൊക്കെ ഒരു ഫേമസ് ആയിട്ടുള്ളൊരു ഡിഷാണിത്. അപ്പോൾ അതാണിപ്പോൾ ഞാൻ ഇന്ന് ചെയ്യാൻ പോണത്. അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഞാനിവിടെ ഈ ഡ്രൈ ആയിട്ടുള്ള അവര എടുത്തിട്ടുണ്ട്, അതൊരു കപ്പ്. അത് ഇന്നലെ ഞാൻ കുതിർത്തി വെച്ചതാണ്. ഇത് ഇടണം എന്ന് ആവശ്യമില്ല, കഷ്ണങ്ങൾ മാത്രം ഇട്ടാലും മതി. പക്ഷെ ഇതിപ്പോൾ ഇവിടെ എല്ലാവരും തമിഴ്നാട്ടിലുള്ള ആൾക്കാരൊക്കെ ഇതും ഇടും. അതൊരു കപ്പ്. അതെടുത്ത് ഇന്നലെ രാത്രി കുതിർത്ത് വെച്ചാണ്, അതൊരു കപ്പ്. പിന്നെ ആവശ്യത്തിന് 4-5 വഴുതനങ്ങ ഒരു 4-5 എണ്ണം, 2 സവാള, പിന്നെ ഒരു 3-4 വെളുത്തുള്ളി, പിന്നെ ആവശ്യത്തിന് വേണ്ട കാര്യങ്ങൾ മുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർന്ന് പൊടിച്ചത്, മഞ്ഞൾപ്പൊടി, ഉലുവ, 2 തക്കാളി, പച്ചമുളക്, കരിവേപ്പില, കടുക്, പിന്നെ ആവശ്യത്തിന് വെള്ളം, എണ്ണ. ഇത്രയും ചേരുവകളാണ്. ഇതിപ്പോൾ നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യണം, ഇതിനെ കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് വേവിക്കണം. എന്താണെന്ന് വെച്ചാൽ ഇന്നലെ രാത്രി കുതിർത്ത് വെച്ചതായതുകൊണ്ട് ഇത് നമ്മൾ സാധാരണ പാത്രത്തിൽ വേവിച്ചാൽ മതി, കുക്കറിൽ വേവിക്കണമെന്നില്ല, വേഗം വേവും. അപ്പോൾ ഇത് വേവിക്കാൻ നോക്കാം. അപ്പോൾ കുക്കറിൽ പാത്രത്തിലിട്ട് ഒന്ന് വേവിക്കാൻ നോക്കാം. ഞാൻ ഈ അവരയില്ലേ, ഡ്രൈ അവര, ഇതിനെ നല്ലപോലെ വെള്ളത്തിലിട്ട് നല്ലപോലെ വേവിച്ച് വെച്ചു. ഈ വെളുത്തുള്ളി അരിഞ്ഞ് വെച്ചു, വെളുത്തുള്ളി തോലൊക്കെ കളഞ്ഞു വെച്ചു. തക്കാളി 2 എണ്ണം എടുത്തത് നല്ലപോലെ വെട്ടി വെച്ചു. 2 സവാള എടുത്ത് വെട്ടി വെച്ചിട്ടുണ്ട്. വഴുതനങ്ങ 3 എണ്ണം എടുത്ത് കീറി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പുളി പിഴിഞ്ഞ് കറക്റ്റായിട്ട് അതിൻ്റെ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഈ ഉള്ളിയും 2 തക്കാളിയും ഇത്തിരി എണ്ണ ഒഴിച്ച്, ഇപ്പം നല്ലെണ്ണ, എല്ലാവരും ഓയിലാണെങ്കിൽ ഓയിൽ യൂസ് ചെയ്യാം. പക്ഷേ ഈ കാരക്കുഴമ്പെന്ന് പറയുമ്പോൾ നമുക്ക് നല്ലെണ്ണയാണ് യൂസ് ചെയ്യേണ്ടത്. നല്ലെണ്ണ ഇവിടെ തമിഴ്നാട്ടിലെല്ലാവരും നല്ലെണ്ണയാണ് ഈ കാരക്കുഴമ്പിന് യൂസ് ചെയ്യാറ്. അപ്പം ഞാൻ നല്ലെണ്ണ എടുത്ത് വെച്ചിട്ടുണ്ട്. 1 സ്പൂൺ നല്ലെണ്ണ ഒഴിച്ച് ഈ ഉള്ളിയും ഈ വെളുത്തുള്ളിയും തക്കാളിയും കൂടി വഴറ്റി നമുക്ക് മിക്സിയിലൊന്ന് അരയ്ക്കാം. അപ്പം അങ്ങനെയും വഴറ്റിയിട്ടും കഷ്ണങ്ങളിട്ട് പുളി ഒഴിക്കാം. പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യണില്ല. ഞാൻ ഇത് 3ഉം കൂടി വഴറ്റി ഒന്ന് മിക്സിയിൽ അരച്ചിട്ട് പിന്നെ എല്ലാ കഷ്ണങ്ങളും പുളിയും ചേർത്ത് വെക്കാമെന്നാണ്. അപ്പം ഇനി ആദ്യം നമുക്ക് ഇത് എണ്ണ ഒഴിച്ച് വഴറ്റാം. സവാള ഇടാൻ പോവാണ്. സവാള ഇട്ടു, 2 സവാള അരിഞ്ഞത് ഇട്ടു. ഇതിൻ്റെ വെളുത്തുള്ളി 2 ഇട്ടു. വെളുത്തുള്ളി ഇപ്പം ഗ്യാസിനൊക്കെ നല്ലതാണല്ലോ. അപ്പോൾ വെളുത്തുള്ളി തമിഴ്നാട്ടിലെല്ലാവരും വെളുത്തുള്ളി ഒരുപാട് ചേർക്കും. ഞാൻ വെളുത്തുള്ളി ഇട്ടു. മീനൊന്ന് നല്ലപോലെ ഉള്ളി ഒന്ന് വഴണ്ടി കിട്ടി. വഴണ്ടി മതി, നല്ലപോലെ ഇതാവണമെന്നില്ല, ഒരുപാട് ഡ്രൈ ആവണമെന്നില്ല, ഒന്ന് വഴണ്ടി കിട്ടിയാൽ മതി. അപ്പോൾ ഈ വഴണ്ടി കിട്ടിയപ്പോൾ ഇതിൻ്റെ കൂടെ തക്കാളി ഇടണം. 2 തക്കാളി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ തക്കാളി ഇടണം. തക്കാളി ഇട്ടിട്ട് ഒന്ന് നല്ലപോലെ ഗ്രേവി മാതിരി ഒന്ന് വഴണ്ടി കിട്ടിയിട്ട് ഒന്ന് ആറിയതിൻ്റെ ശേഷം മിക്സിയിലിട്ട് അരക്കണം. അപ്പോൾ ഇനി വേഗം വഴണ്ടി കിട്ടാൻ ഒരു ഇത്തിരി ഉപ്പ് ചേർത്താൽ നല്ലതാണ്. അപ്പോൾ വേഗം വഴണ്ടി കിട്ടും. കുറച്ച് ഉപ്പ് നോക്കിയിട്ട് കറിയിൽ ഉപ്പിടണം. ഇതിൽ കുറച്ച് ഉപ്പിട്ടതുകൊണ്ട് കറിയിൽ നോക്കി ഉപ്പിടണം. അപ്പോൾ നല്ലപോലെ വേഗം വഴണ്ടി കിട്ടും. നല്ലപോലെ വഴറ്റി ഒന്ന് തണക്കാൻ വയ്ക്കണം. തണക്കാൻ വച്ചിട്ട് നമ്മൾ മിക്സിയിൽ അരച്ചെടുക്കാം. വേഗം വഴണ്ടി കിട്ടും. എല്ലാവരും എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് ഇങ്ങനെ വഴറ്റി അതിൻ്റെ കൂടെ കഷ്ണങ്ങളും എല്ലാം ഇട്ട് ചെയ്യും. പക്ഷെ നമുക്കതൊന്ന് ഒരുവിധം ഗ്രേവി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ അരച്ചെടുക്കുന്നത്. അങ്ങനെയും ചെയ്യാം, ഇങ്ങനെയും ചെയ്യാം. പക്ഷെ ഞാൻ ഇങ്ങനെയാണ് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇപ്പോൾ നല്ലപോലെ സവാളയും തക്കാളിയും കൂടിയിട്ട് വെളുത്തുള്ളിയും നമ്മൾ നല്ലപോലെ വഴണ്ടി കിട്ടി. ഇനി ഇതൊന്ന് നല്ലപോലെ ഒന്ന് തണുത്തതിന് ശേഷം നമ്മൾ മിക്സിയിലിട്ട് ഒന്ന് അരച്ചെടുക്കാം. ഒരുപാട് അരക്കണമെന്നില്ല, ഒന്ന് വെറുതെ ഒന്ന് ചുറ്റിയെടുത്താൽ മതി. അപ്പോൾ ഇതൊന്ന് തണുക്കട്ടെ. എണ്ണ ഒഴിച്ചു. നല്ലെണ്ണ ഒഴിച്ചതിൻ്റെ ശേഷം കടുക്, 1 സ്പൂൺ കടുക് ഇട്ടു. കടുക്
പിന്നെ ഇത്തിരി ഉലുവ, കാരക്കുഴമ്പിന് മെയിനായിട്ട് ഉലുവയാണ്. ഉലുവ ഇടാൻ മറക്കരുത്, ഉലുവ എന്തായാലും ഇടണം. ഒരിത്തിരി ഉലുവ, കരിവേപ്പില, പച്ചമുളക്, ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന വഴുതനങ്ങ ഇട്ടിട്ട് ഇനി നല്ലപോലെ വഴറ്റണം. എന്നിട്ട് വഴുതനങ്ങ അല്ലെങ്കിൽ ഒരു ഒരുമാതിരി കുഴഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ അത് നല്ലപോലെ ഒന്ന് വഴറ്റിയാൽ നല്ലൊരു ടേസ്റ്റ് കൊടുക്കും. നമ്മൾ തക്കാളി ഉള്ളി അരച്ച് വെച്ചത് ഇതിൻ്റെ കൂടെ ചേർക്കാം. അരച്ച് വെച്ചത് ഇതിൻ്റെ കൂടെ ചേർക്കണം. ഒന്ന് ഇളക്കി കൊടുക്കാം. തക്കാളി ഉള്ളി ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ അരച്ച് വെച്ച് അത് നമ്മൾ ആദ്യം തന്നെ വഴറ്റിയത് കൊണ്ട് ഒരുപാട് വഴണ്ടുന്നില്ല. ഇനി ഇതിൻ്റെ കൂടെ മഞ്ഞൾപ്പൊടി കുറച്ച് ചേർക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ കൊത്തമല്ലിയും മുളകും പൊടിച്ചു വെച്ച പൊടിയാണിത്. ഇതൊരു 3 സ്പൂൺ, 1 2 ഒരു 3 സ്പൂൺ പൊടി ഇട്ടു. ഇത് നല്ലപോലെ ആ മുളകിൻ്റെ കുത്ത് മാറാൻ വേണ്ടിയിട്ട് നല്ലപോലെ വെള്ളമൊന്നും ഒഴിക്കാതെ നല്ലപോലെ ഒന്ന് വഴണ്ടി കിട്ടണം. നല്ലപോലെ വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. പച്ച വാസനയൊക്കെ ഒന്ന് പോയി. ഇപ്പം ഇനി ഞാൻ ഇതിൻ്റെ കൂടെ ഈ പയർ വേവിച്ച് വെച്ചത് ഇടാൻ പോവുകയാണ്. ഇട്ടു, പയർ വേവിച്ച് വെച്ചതിട്ടു. ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ കൂടെ ഒന്ന് ഇളക്കി കൊടുത്തതിൻ്റെ ശേഷം നമുക്ക് പുളിവെള്ളം ഒഴിക്കാം. പുളി ചെറിയ ഒരു ലെമണിൻ്റെ അത്ര വലിപ്പത്തിലുള്ള പുളി പിഴിഞ്ഞ് വെച്ചിരിക്കുകയാണിത്. ഇത് നമ്മൾ ഇതിലോട്ട് ഒഴിക്കാം. 2 തക്കാളി ഇട്ടുകൊണ്ട് പുളി കുറച്ച് മതി. പുളിവെള്ളം ഒഴിച്ചു. പുളിവെള്ളം ഒഴിച്ചൊന്ന് ഇളക്കി കൊടുക്കാം. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തു. ഇനി ഒന്ന് തിളച്ചതിൻ്റെ ശേഷം കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇപ്പോൾ ഉപ്പിടണ്ട, ഒന്ന് തിളയ്ക്കണം. ഒന്ന് അടച്ച് വെച്ച് തിളച്ചതിൻ്റെ ശേഷം ഇത്തിരി ഉപ്പിട്ട് കൊടുക്കാം. അപ്പം നമ്മൾ ഇത് അടച്ച് വയ്ക്കാൻ പോവുകയാണ്. നല്ലപോലെ ഒന്ന് തിളച്ചതിൻ്റെ ശേഷം നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഇപ്പോൾ ഒന്ന് തിളച്ചു. അപ്പം ഞാൻ ഇത്തിരി ഉപ്പ് ചേർക്കാൻ പോവുകയാണ്. ഉപ്പ് ചേർത്തില്ല, കുറച്ച് ചേർത്തിരുന്നു വഴണ്ടതിൽ. ഇനിയിപ്പോൾ 2 സ്പൂൺ ഉപ്പ് ആവശ്യത്തിന് ചേർക്കാം. 2-2.5 സ്പൂൺ ഉപ്പ് ചേർക്കും. ഇനി നല്ലപോലെ ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് തിളച്ചതിൻ്റെ ശേഷം നമുക്ക് സർവിങ് ഡിഷിലോട്ട് മാറ്റാം. ഇപ്പോൾ ഉപ്പെല്ലാം ചേർന്നു. ഇപ്പോൾ ടേസ്റ്റൊക്കെ നോക്കി കറക്റ്റായിട്ട് ഉപ്പുണ്ട്. ഇനിയിപ്പോൾ ഞാനിത് സർവിങ് ഡിഷിലോട്ട് മാറ്റാൻ പോവുകയാണ്. കാരക്കുഴമ്പ്, വഴുതനങ്ങ കാരക്കുഴമ്പ് റെഡിയായി. ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട്, ഇപ്പം നമ്മൾ സൈഡ് ഡിഷ് എടുക്കാനായിട്ട് ഒരു ബീറ്റ്റൂട്ട് തോരൻ അല്ലെങ്കിൽ ക്യാബേജ് തോരൻ അങ്ങനെയുള്ളത് ഇതിന് കറക്റ്റ് ആവുള്ളൂ. അല്ലാതെ മെഴുക്കുവരട്ടി ഇതിന് കറക്റ്റ് ആവില്ല. തോരൻ മാതിരിയുള്ളത് ഇതിന് കറക്റ്റ് ആവുകയുള്ളൂ. അപ്പോൾ അത് കാരണം ഞാനിവിടെ ഇന്ന് ചെയ്തിരിക്കുന്നത് വന്നിട്ട് ഇതിൻ്റെ കോമ്പിനേഷനായിട്ട് ബീറ്റ്റൂട്ട് തോരനാണ്. അപ്പോൾ ബീറ്റ്റൂട്ട് തോരനും ഉണ്ടാക്കി, ഈ വഴുതനങ്ങ കാരക്കുഴമ്പും ഉണ്ടാക്കി. അപ്പോൾ ഇനി ഇത് നിങ്ങൾ വീട്ടിലൊന്ന് ചെയ്തു നോക്കൂ. ചെയ്തു നോക്കിയതിൻ്റെ ശേഷം നിങ്ങൾക്ക് അതിൽ എന്തെങ്കിലും കമൻസ് ഉണ്ടെങ്കിൽ എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കൂ.